See, if you find the right person and അവരായിട്ട് നിങ്ങൾക്കൊരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഉണ്ടാവണം കേട്ടോ. അവിടെ നിന്ന് മാത്രം റെസ്പെക്ട് വേണമെന്ന് നോക്കാൻ പാടില്ല. നമ്മളും അങ്ങോട്ട് റെസ്പെക്ട്, രണ്ടുപേർക്ക് ഒരു പാലം എങ്ങനെയാണ് അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ പെർഫെക്റ്റ് ആയിട്ടൊരു ലൈഫ് പാർട്ട്ണർ ഈ ലോകത്ത് ഇല്ല. ഞാൻ പെർഫെക്റ്റ് അല്ലാന്ന് ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതി ഒപ്പിട്ടുതരാം. ശ്രീനിയും പെർഫെക്റ്റ് അല്ല. ഈ ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസിനെ നമ്മൾ എന്ന് ലവ് ചെയ്യാൻ തുടങ്ങുന്നു, അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു, അന്നാണ് നമ്മളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവുക. ഇയാളൊന്ന് മാറിയാലേ എനിക്ക് ഇയാളെ ലവ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഇയാളുടെ ഈ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല, അത് മാറ്റുന്നവരെ എനിക്ക് ഇയാളെ ലവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാ പിന്നെ അത് മാറ്റുമ്പോൾ അടുത്ത ഒരു കാരണം നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് എ ലൈഫ് പാർട്ട്ണർ. അതെ, വേറെ വേറെ ഫാമിലി, വേറെ വേറെ ബാക്ക്ഗ്രൗണ്ട്സ്, വേറെ വേറെ അപ്ബ്രിങ്ങിങ്, വേറെ വേറെ സിറ്റുവേഷൻ, എൻവയറമെന്റിൽ നിന്നാണ് ഇവർ ഒരുമിച്ച് വന്നിരിക്കുന്നത്.